നമ്മുടെ നാട്ടിൽ നടക്കുന്ന ദാരുണമായ വൈദ്യുതാഘാതങ്ങളെക്കുറിച്ച് പലപ്പോഴും നമ്മൾ പത്രങ്ങളിൽ വായിക്കാറുണ്ട്. ഫ്രിഡ്ജിൻ്റെ പിടിയിൽ നിന്നും മോട്ടോറിൽ നിന്നുമൊക്കെയാണ് വൈദ്യുതാഘാതം പൊതുവെ ഏൽക്കുന്നത്. അതുപോലെ ബൾബ് മാറ്റാൻ നേരത്തും ഫാനുകൾ ഫിറ്റ് ചെയ്യുന്ന നേരത്തുമൊക്കെ ഇത്തരത്തിൽ വൈദ്യുതാഘാതങ്ങൾ ഏൽക്കാറുണ്ട്. ഇത്തരം അപകടങ്ങൾ ഒഴിവാക്കുവാൻ വേണ്ടിയാണ് നമ്മുടെ സ്വിച്ച് ബോർഡുകളിൽ ഒരു ഉപകരണം സ്ഥാപിച്ചിരിക്കുന്നത്. അതാണ് ELCB. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ELCBയെ കുറിച്ചാണ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ELCB. നമ്മുടെ സ്വിച്ച് ബോർഡുകൾ തുറന്നു നോക്കിയാൽ ഈ ELCB കാണാം. ഇനി നമ്മുടെ സ്വിച്ച് ബോർഡുകളിൽ ഈ ഉപകരണം സ്ഥാപിച്ചിട്ടില്ലെങ്കിൽ അത് സ്ഥാപിക്കാനുള്ള സത്വരമായ നടപടി നമ്മൾ സ്വീകരിക്കണം. ഈ ELCB ഘടിപ്പിക്കുക ഉൾപ്പെടെയുള്ള വൈദ്യുത ജോലികളെല്ലാം തന്നെ ലൈസൻസ് ഉള്ള ഇലക്ട്രിക്കൽ കോൺട്രാക്ടറെ കൊണ്ട് മാത്രമേ ചെയ്യിപ്പിക്കാൻ പാടുള്ളൂ. നമ്മുടെ വീട്ടിൽ ELCB ഘടിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പോൾ പറയുന്നത്. വീടുകളിൽ സ്ഥാപിക്കുന്ന ELCBയിൽ ഇതുപോലെ 30 mA എന്ന് എഴുതിയിട്ടുണ്ടോ എന്നാണ് ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. 30 mA എന്നാൽ 30 മില്ലി ആംബിയർ എന്നാണ് അർത്ഥം. നമുക്ക് 60 മില്ലി ആംബിയറിൻ്റെയും 100 മില്ലി ആംബിയറിൻ്റെയും ഒക്കെ ELCB വാങ്ങിക്കാൻ കിട്ടും. പക്ഷേ വീടുകൾക്ക് അനുയോജ്യമായിട്ടുള്ളത് 30 mA ആണ്. എന്താണ് ഇതിൻ്റെ പ്രസക്തി എന്നോ? മനുഷ്യ ശരീരത്തിന് താങ്ങാനാവുന്ന ഏറ്റവും ഉയർന്ന കറണ്ടിൻ്റെ അളവാണ് ഈ 30 മില്ലി ആംബിയർ. 30 മില്ലി ആംബിയറിൽ കൂടുതൽ കറണ്ട് മനുഷ്യ ശരീരത്തിലൂടെ കടന്നു പോയാൽ അത് മരണത്തിലേക്ക് നയിക്കാം. ELCBയുടെ ജോലി എന്തെന്നോ? 30 മില്ലി ആംബിയറിൽ കൂടുതൽ കറണ്ട് മനുഷ്യ ശരീരത്തിലൂടെ കടന്നു പോകുന്ന സാഹചര്യമുണ്ടായാൽ അത് സ്വയം ട്രിപ്പാകും. ഇനി എപ്പോഴാണ് ശരീരത്തിൽ കൂടി 30 മില്ലി ആംബിയറിൽ കൂടുതൽ കറണ്ട് പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നത് എന്ന് നോക്കാം. എല്ലാ വൈദ്യുത ഉപകരണങ്ങളിലെയും കറണ്ട് പ്രവഹിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ലാത്ത ലോഹഭാഗങ്ങൾ എർത്തിലേക്ക് കണക്ട് ചെയ്യേണ്ടതുണ്ട്. ഈ എർത്തിങ് ശരിയായിട്ടല്ല ചെയ്തിട്ടുള്ളതെങ്കിൽ വൈദ്യുതോപകരണങ്ങളിലെ ലോഹഭാഗങ്ങളിൽ ഒരു വോൾട്ടേജ് നിലനിൽക്കും. ഉദാഹരണത്തിന് നമ്മുടെ ഫ്രിഡ്ജിൻ്റെ പിടിയിൽ ഇത്തരം എർത്തിങ് തകരാറ് മൂലം ഒരു വോൾട്ടേജ് നിലനിൽക്കുന്നുവെങ്കിൽ ആ പിടിയിൽ പിടിക്കുന്ന ഒരാളുടെ ശരീരത്തിലൂടെ ഭൂമിയിലേക്ക് ഒരു കറണ്ട് പ്രവഹിക്കും. 30 മില്ലി ആംബിയറിൽ എത്തുമ്പോഴേക്കും ELCB ട്രിപ്പ് ആകുകയും അപകടം ഒഴിവാകുകയും ചെയ്യും. ഇനി ELCBയെ കുറിച്ച് നമ്മൾ വരുത്തുന്ന ചില പിഴവുകളുണ്ട്. അതെന്താണെന്ന് നോക്കാം. നമ്മുടെ വീട്ടിലെ വയറിങ്ങിൽ ഒരു അപകടാവസ്ഥ ഉണ്ടെങ്കിൽ ELCB ട്രിപ്പായിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മളതിനെ ബൈപ്പാസ് ചെയ്യാൻ ശ്രമിക്കും. അതൊരിക്കലും ചെയ്യരുത്. നമ്മളൊരു ഇലക്ട്രീഷ്യനെ വിളിച്ച് അപകടാവസ്ഥ ഒഴിവാക്കിയതിന് ശേഷം ELCB സ്വിച്ച് ഓൺ ചെയ്യണം. ഇടി വെട്ടുമ്പോഴും നമ്മുടെ ELCB ട്രിപ്പാകും. ഒരു കാരണവശാലും നമ്മളപ്പോൾ അത് ബൈപ്പാസ് ചെയ്യരുത്. ഇനി നമ്മുടെ വീട്ടിലെ ELCB പ്രവർത്തനക്ഷമമാണോ എന്ന് നോക്കണ്ടേ? അതിനൊരു മാർഗമുണ്ട്. കണ്ടോ, നമ്മുടെ ELCBയിൽ T എന്നെഴുതിയൊരു ബട്ടണുണ്ട്. അതിൻ്റെ തൊട്ടടുത്ത് എഴുതിയിട്ടുണ്ട് ടെസ്റ്റ് വൺസ് എ മന്ത് എന്ന്. അപ്പം നമ്മൾ മാസത്തിൽ ഒരിക്കൽ ഈ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. ഈ പ്രസ് ചെയ്യുമ്പോൾ ELCB ട്രിപ്പാകുകയാണെങ്കിൽ ഇത് പ്രവർത്തനക്ഷമമാണെന്ന് നമുക്ക് ഉറപ്പിക്കാം. അപ്പോൾ ഇനി എല്ലാവരും വീട്ടിൽ ELCB ഉണ്ടോ എന്നും അത് പ്രവർത്തനക്ഷമമാണോ എന്നും ഉറപ്പുവരുത്തുമല്ലോ. സ്റ്റേ സേഫ്.